നമസ്കാരം. ഞാൻ രതി. 1001 രാത്രികളിലെ 6ാമത്തെ കഥയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കഥ കേൾക്കാൻ റെഡിയാണല്ലോ അല്ലേ? കഥ മൂന്നാമത്തെ ഷെയ്ക്കിൻ്റെ കഥ. അല്ലയോ മഹാനായ ഭൂതമേ, ഈ നിൽക്കുന്ന കോവർ കഴുത ഒരിക്കൽ എൻ്റെ ഭാര്യയായിരുന്നു. കുറേ നാൾ മുമ്പ്, ഏതാണ്ട് ഒരു കൊല്ലത്തോളം എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. കച്ചവടത്തിന് പുറം നാടുകളിൽ സഞ്ചരിക്കുമ്പോഴായിരുന്നു അത്. പെട്ടെന്ന് ഒരു ദിവസം വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ കട്ടിലിൽ ഒരു കാപ്പിരി അടിമയുമായി പ്രണയ സല്ലാപത്തിൽ ഏർപ്പെടുന്നത് കണ്ടു. എന്നെ കണ്ട് ഇവൾ ഞെട്ടി എഴുന്നേറ്റ് ഒരു കൈപ്പുടനയിൽ വെള്ളം ജപിച്ച് എൻ്റെ മേൽ തളിച്ചു. ഞാനൊരു നായയുടെ രൂപത്തിലായി. എന്നെ ഇവൾ വീട്ടിൽ നിന്നും ആട്ടിപ്പായിച്ചു. ഞാൻ അടുത്തുള്ള കശാപ്പുകാരൻ്റെ കടയിലെത്തി. കശാപ്പുകാരൻ എന്നെ അയാളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നെ കണ്ട് കശാപ്പുകാരൻ്റെ മകൾ മുഖപടം താഴ്ത്തി അച്ഛനോട് ചോദിച്ചു, "എന്താണച്ഛാ അപരിചിതനായ പുരുഷനെ എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത്?" "ഏത് പുരുഷൻ?" അയാൾ ചോദിച്ചു. "ഈ നിൽക്കുന്ന നായ യഥാർത്ഥത്തിൽ മനുഷ്യനാണ്. മന്ത്രം കൊണ്ടാണ് ഇങ്ങനെ രൂപം മാറിയത്. അച്ഛന് സംശയമുണ്ടെങ്കിൽ ഞാൻ പഴയ രൂപത്തിലാക്കി കാണിക്കാൻ," അവൾ പറഞ്ഞു. "എന്നാൽ വേഗം ഇയാളെ രക്ഷപ്പെടുത്തണം." പെൺകുട്ടി കുടത്തിൽ വെള്ളമെടുത്ത് മന്ത്രം ജപിച്ച ശേഷം എൻ്റെ മേൽ തളിച്ചു. "ഈ നിൽക്കുന്നയാൾക്ക് പഴയ രൂപം തിരിച്ചു കിട്ടട്ടെ" എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനുഷ്യരൂപം കിട്ടി. ഞാൻ പെൺകുട്ടിയുടെ കയ്യിൽ ചുംബിച്ച് നന്ദി പറഞ്ഞു. എൻ്റെ ഭാര്യയെ ശിക്ഷിക്കാനുള്ള ഉപായം ഞാൻ അവളോട് ചോദിച്ചു. അവൾ കുറച്ച് മന്ത്രജലം എൻ്റെ കയ്യിൽ തന്നിട്ട് അത് ആരുടെ മേൽ തളിക്കുന്നുവോ അയാൾ ഞാൻ ആഗ്രഹിക്കുന്ന രൂപത്തിലാകുമെന്ന് പറഞ്ഞു. ഞാൻ ഭാര്യയുടെ മേൽ മന്ത്രജലം തളിച്ചു. അവളെ കോവർ കഴുതയാക്കി കൂടെ കൊണ്ടു നടക്കുന്നു. "ഇത് സത്യമാണോ?" ഭൂതം കോവർ കഴുതയോട് ചോദിച്ചു. കഴുത തല കുലുക്കി. കഥ കേട്ട് ഭൂതം തുള്ളിച്ചാടി. ഇത്രയുമായപ്പോഴേക്കും സൂര്യൻ ഉദിച്ചു. പുലർവട്ടം കണ്ടതോടെ ഷഹറസാദ് കഥ പറച്ചിൽ നിർത്തി. അവളുടെ അനുജത്തി ദുനിയസാദ് പറഞ്ഞു, "ചേച്ചിയുടെ കഥകൾ ഒന്നാം തരം. നേരം പോയതറിഞ്ഞില്ല. രാജാവിൻ്റെ ദയ കൊണ്ട് നാളെ ഞാൻ ജീവിച്ചിരുന്നാൽ ഇതിലും രസകരമായ കഥകൾ പറഞ്ഞു തരാം." ഷഹറസാദ് പറഞ്ഞപ്പോൾ രാജാവിൻ്റെ ആത്മകഥം ഇങ്ങനെയായിരുന്നു: "അല്ലാഹുവാണേ സത്യം. കഥയുടെ ബാക്കി ഭാഗം കൂടി കേട്ടിട്ടേ ഇവളെ കൊല്ലുന്ന കാര്യം ആലോചിക്കുന്നുള്ളൂ." പുലരിയുടെ ശേഷിച്ച സമയം അവരിരുവരും ആലിംഗനബദ്ധരായി ശയിച്ചു. പിന്നീട് പകലന്തിയോളം രാജാവ് രാജസദസ്സിൽ കൃത്യനിർവഹണത്തിൽ മുഴുകി. വൈകിട്ട് സഭ പിരിഞ്ഞപ്പോൾ രാജാവ് അന്തഃപുരത്തിലെത്തി. അടുത്ത രാത്രി സമാഗതമായപ്പോൾ ദുനിയാസാദ് പറഞ്ഞു, "ചേച്ചി, ഇന്നലത്തെ കഥയുടെ ബാക്കി കൂടി കേൾക്കട്ടെ?" ചേച്ചി പറഞ്ഞു, "പറയാം, കേട്ടോളൂ." ഷഹറസാദ് കഥ പറഞ്ഞു തുടങ്ങി. മൂന്നാമത്തെ ഷെയ്ക്കിൻ്റെ കഥയും ഭൂതത്തെ സന്തോഷിപ്പിച്ചു. വ്യാപാരിയുടെ മേൽ തനിക്കുള്ള അവസാനത്തെ അവകാശവും ഷെയ്ക്കിന് വിട്ടുകൊടുത്ത് ഭൂതം അപ്രത്യക്ഷനായി. വ്യാപാരി തൻ്റെ മോചനത്തിന് കാരണക്കാരായ ഷെയ്ക്കുമാരെ ആലിംഗനം ചെയ്ത് നന്ദി പറഞ്ഞു എല്ലാവരും അവരവരുടെ നാടുകളിലേക്ക് മടങ്ങി. പക്ഷേ ഇനി പറയാൻ പോകുന്ന കഥയുണ്ടല്ലോ, മുക്കുവൻ്റെ കഥ, അത് ഇതിലും രസകരമാണ്. "അതെന്തു കഥയാണ്?" രാജാവ് ചോദിച്ചു. ഷഹറസാദ് പറഞ്ഞു, "മുക്കുവൻ്റെ കഥ പറയാൻ ഞാൻ വരാട്ടോ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കേ?